ആ രാത്രി നഗരം ഉറങ്ങാൻ തുടങ്ങിയ നിമിഷം ശാന്തമായ അന്തരീക്ഷം ഒരു അലർച്ചയാൽ ഭേദിക്കപ്പെട്ടു. കൃത്യം 11:30 സിൽവർ ക്രസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലെ 4-ാം നിലയിൽ നിന്ന് സഹായത്തിനായുള്ള നിലവിളി ഉയർന്നു. ഇൻസ്പെക്ടർ റഷീദ് ഫോൺ കോൾ കിട്ടിയ ഉടനെ പുറപ്പെട്ടു. പോലീസ് ജീപ്പ് സിൽവർ ക്രസ്റ്റിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പാഞ്ഞെത്തി. 4-ാം നിലയിലെ 404-ാം നമ്പർ ഫ്ലാറ്റിനു മുന്നിൽ ഒരു ചെറിയ ജനക്കൂട്ടം പരിഭ്രാന്തരായി നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്ലാറ്റിൻ്റെ വാതിൽ പാതി തുറന്നു കിടന്നു. റഷീദ് അകത്തേക്ക് കടന്നു. ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ കാഴ്ച തെളിഞ്ഞു വന്നു. മുറിയുടെ നടുവിൽ വില കൂടിയ പേർഷ്യൻ പരവതാനിക്കു മുകളിൽ 20കളുടെ മധ്യത്തിലുള്ള ഒരു യുവതി മലർന്നു കിടക്കുന്നു. അവളുടെ ശരീരം ചുറ്റും പരന്ന രക്തത്തിൽ കുതിർന്നിരുന്നു. കടും ചുവപ്പ് നിറം ആ പരവതാനിയുടെ ഭംഗി നശിപ്പിച്ചിരിക്കുന്നു. ഡോക്ടർ, എത്ര സമയമായി മരണം സംഭവിച്ചിട്ട്? റഷീദ് മൃതദേഹം പരിശോധിക്കുന്ന ഫോറൻസിക് ഡോക്ടർ വിശ്വനാഥനോട് ചോദിച്ചു. ഏകദേശം 2-3 മണിക്കൂർ മുമ്പ്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ഒറ്റവേട്ടാണ്. ഡോക്ടർ വിശ്വനാഥൻ ഗ്ലൗസ് ഊരി മാറ്റിക്കൊണ്ട് പറഞ്ഞു. റഷീദിൻ്റെ കണ്ണുകൾ മുറിയിലൂടെ പരതി നടന്നു. മുറി വൃത്തിയായി കിടക്കുന്നു. കസേരകൾ സ്ഥാനം തെറ്റിയിട്ടില്ല. എന്നാൽ ലിവിംഗ് റൂമിൻ്റെ മൂലയിൽ ഒരു ചെറിയ ഗ്ലാസ് സ്റ്റാച്യു തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. മേശപ്പുറത്ത് ചിതറിയ നിലയിൽ യുവതിയുടെ പേഴ്സും ക്രെഡിറ്റ് കാർഡുകളും കിടക്കുന്നു. മോഷണ ശ്രമമാണെങ്കിൽ പേഴ്സിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കില്ല. കൊല്ലപ്പെട്ട യുവതിയെ തിരിച്ചറിഞ്ഞു. പേര് രേഖ മേനോൻ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മുറിയിൽ പിടിവലിയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഹെഡ് കോൺസ്റ്റബിൾ? റഷീദ് കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. ഇല്ല സർ, വാതിലും ജനലുകളും അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അടുക്കള വാതിൽ മാത്രമാണ് നേരിയ തോതിൽ ചാരിയിരുന്നത്. ബലപ്രയോഗം നടന്നതായി തോന്നുന്നില്ല. പക്ഷേ കൊലപാതകം നടന്നിരിക്കുന്നു. റഷീദ് രേഖയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ അവസാന നിമിഷത്തെ ഭയം തളം കെട്ടി നിന്നിരുന്നു. പരിചയമുള്ള ഒരാളാണോ കൊലപാതകി? അതോ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിക്രമമോ? റഷീദിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. ഈ മുറിയുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ ഫ്ലാറ്റ് 404-ലെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായി. റഷീദും സംഘവും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമസ്ഥനായ രേഖയുടെ സഹോദരനെ വിളിച്ചു വരുത്തി. അദ്ദേഹം ചെന്നൈയിലാണ് താമസം. രേഖയ്ക്ക് ശത്രുക്കളാരെങ്കിലും ഉണ്ടായിരുന്നോ? അടുത്ത സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ? റഷീദ് അയാളോട് ചോദിച്ചു. സഹോദരൻ നിസ്സഹായനായി തലയാട്ടി. ഇല്ല സർ, അവർ വളരെ സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. ജോലി, ഫ്ലാറ്റ്, ആരുമായും അധികം അടുപ്പമില്ല. അവൾ വിവാഹിതയല്ല. പിന്നെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾ ഭയത്തോടെയാണ് സംസാരിച്ചിരുന്നത്. ആരോ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. റഷീദിൻ്റെ ശ്രദ്ധ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൻ്റെ സുരക്ഷാ ക്യാമറകളിലേക്ക് തിരിഞ്ഞു. അയാൾ സുരക്ഷാ ജീവനക്കാരനെ ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി അപരിചിതർ ആരെങ്കിലും അകത്ത് പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? റഷീദ് ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല സർ, പുറത്തേക്ക് പോയ വാഹനങ്ങൾ മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും റെസിഡൻസ് കാർഡുള്ളവരാണ്. സുരക്ഷാ ജീവനക്കാർ മറുപടി നൽകി. റഷീദ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. രാത്രി 8-ന് രേഖ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലേക്ക് വരുന്നു. അതിനുശേഷം ആരും 404-ലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തേക്ക് പോകുന്നതോ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. പക്ഷെ കൊല നടന്നത് 9:30-നും 10:30-നും ഇടയിലാണ്. അകത്ത് നിന്ന് പൂട്ടിയ മുറിയിൽ ഒരാൾ എങ്ങനെ പ്രവേശിച്ചു? റഷീദ് ആശയക്കുഴപ്പത്തിലായി. ഹെഡ് കോൺസ്റ്റബിൾ ഒരു ഡയറിയുമായി റൂമിലേക്ക് വന്നു. സർ, രേഖയുടെ ബെഡ്റൂമിൽ നിന്ന് ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. അതിൽ ചില വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡയറിയിലെ അവസാന പേജിൽ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവൾ ഇങ്ങനെ എഴുതിയിരുന്നു. ഭയം എന്നെ വരിഞ്ഞു മുറുക്കുന്നു. അവൻ എന്നെ തേടി വന്നിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കണം. ഇനി എനിക്ക് അധികം സമയമില്ല.
എനിക്കവനെ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ വി ആരാണ് ഈ വി? റഷീദ് ഡയറി അടച്ചു. ഇപ്പോൾ ഈ കൊലപാതകം ഒരു അടഞ്ഞ മുറിയിലെ രഹസ്യമായി മാറിയിരിക്കുന്നു. പുറമേ നിന്നുള്ള ഒരാൾ പ്രവേശിച്ചതായി തെളിവില്ല. എങ്കിലും ഡയറിയിലെ പരാമർശം ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കൊലപാതകി രേഖയ്ക്ക് പരിചിതനാണ്. ആരാണ് ഈ വി? അടഞ്ഞ മുറിയിലെ കൊലപാതകം എന്ന പ്രഹേളിക എങ്ങനെ അനാവരണം ചെയ്യും? വി എന്ന അക്ഷരത്തിൽ റഷീദിൻ്റെ അന്വേഷണം കേന്ദ്രീകരിച്ചു. രേഖയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും സൈബർ സെല്ലിൻ്റെ പരിശോധനയ്ക്കായി അയച്ചു. അതേസമയം ഹെഡ് കോൺസ്റ്റബിൾ ജോൺ രേഖയുടെ സഹപ്രവർത്തകരെയും അടുത്തറിയാവുന്നവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് താമസക്കാർ റഷീദിന് പ്രധാനപ്പെട്ട ഒരു വിവരം നൽകി. രേഖയുടെ ഫ്ലാറ്റിൽ എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് ഒരു യുവതി വരാറുണ്ടായിരുന്നു. പേര് വീണ. അവൾ രേഖയുടെ അടുത്ത സുഹൃത്തും ഒരേ കമ്പനിയിലെ സഹപ്രവർത്തകയുമാണ്. വീണ. റഷീദ് സ്വയം മന്ത്രിച്ചു. ഡയറിയിലെ വി ഒരുപക്ഷെ വീണയെ ആകാം സൂചിപ്പിക്കുന്നത്. എന്നാൽ വീണ രേഖയെ കൊല്ലുമോ? റഷീദ് വീണയെ കണ്ടെത്താൻ ഉത്തരവിട്ടു. അധികം താമസിയാതെ വീണയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവൾ അങ്ങേയറ്റം ഭയചകിതയായിരുന്നു. നിങ്ങൾ രേഖയുടെ അടുത്ത സുഹൃത്തായിരുന്നോ? റഷീദ് ശാന്തമായി ചോദിച്ചു. അതെ സർ, ഞങ്ങൾ ഒരുമിച്ചാണ് ജോലിക്ക് പോയിരുന്നത്, ഒരുമിച്ചാണ് മടങ്ങി വന്നിരുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു, വീണ പറഞ്ഞു. നിങ്ങൾ പോയ ശേഷം മറ്റാരെങ്കിലും ഫ്ലാറ്റിൽ വന്നതായി കണ്ടിരുന്നോ? ഇല്ല സർ, ഞാൻ തിരികെ പോരുമ്പോൾ അവൾ തനിച്ചായിരുന്നു. എങ്കിൽ ഡയറിയിൽ വി എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണോ? റഷീദ് ഡയറി അവളുടെ നേർക്ക് നീട്ടി. വീണ അത് വായിച്ചു. അവളുടെ മുഖം വിളറി. അല്ല സർ, എനിക്കെതിരെ അവൾ എഴുതാൻ സാധ്യതയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. സംശയം ബലപ്പെട്ടപ്പോൾ റഷീദ് വീണയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. അവസാനമായി രേഖയ്ക്ക് അയച്ച മെസ്സേജ്: പേടിക്കേണ്ട രേഖ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ആ സത്യം ആരെയും അറിയിക്കരുത്. എന്താണ് ആ സത്യം? റഷീദ് ശബ്ദമുയർത്തി. വീണ തലകുനിച്ചു. സർ, അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഒരു വ്യക്തിയുമായി അടുപ്പത്തിലായിരുന്നു. അയാളുടെ പേര് വിജയ്. റഷീദിൻ്റെ നെറ്റി ചുളിഞ്ഞു. വി എന്നത് വിജയ് ആകാം. ഡയറിയിലെ പരാമർശം ഭയത്തെ സൂചിപ്പിക്കുന്നത് വിജയിയെക്കുറിച്ചായിരിക്കുമോ? എവിടെയാണ് ഈ വിജയ്? റഷീദ് ചോദിച്ചു. അയാൾ കഴിഞ്ഞ 1 മാസമായി കമ്പനിയിൽ ലീവിലാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ രേഖയുമായിട്ടുള്ള ബന്ധം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അടഞ്ഞ മുറിയുടെ രഹസ്യം ഇപ്പോൾ ഒരു പഴയ പ്രണയബന്ധത്തിലേക്കും പ്രതികാരത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. വീണയുടെ മൊഴിയിൽ സംശയങ്ങളുണ്ടെങ്കിലും വിജയിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി വന്നു. വിജയിയെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷീദ് ശേഖരിച്ചു. വിജയ് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് താമസിക്കുന്നത്. പോലീസ് സംഘം ഉടൻ തന്നെ വിജയിയുടെ വീട്ടിലേക്ക് തിരിച്ചു. വിജയിയുടെ വീട്ടിൽ വാതിൽ പൂട്ടി കിടക്കുന്നു. അയൽക്കാരോട് ചോദിച്ചപ്പോൾ ഒരാഴ്ചയായി വിജയിയെ കണ്ടിട്ടില്ലെന്ന് അവർ അറിയിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചപ്പോൾ രേഖ കൊല്ലപ്പെടുന്ന രാത്രിയിൽ വിജയിയുടെ ഫോൺ ആ പ്രദേശത്ത് സജീവമായിരുന്നില്ല എന്ന് കണ്ടെത്തി. എന്നാൽ ഇതൊരു തന്ത്രമായിരിക്കാം. പോലീസ് വിജയിയെ കണ്ടെത്താൻ തിരച്ചിൽ ശക്തമാക്കുന്നതിനിടയിൽ സൈബർ സെല്ലിൽ നിന്ന് റഷീദിന് ഒരു കോൾ വന്നു. സർ, രേഖയുടെ ഫോൺ ഡാറ്റ പരിശോധനയിൽ ഞങ്ങൾക്ക് ഒരു വിചിത്രമായ കാര്യം കിട്ടി. മരണം നടക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് 9:45 രേഖയ്ക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. സംഭാഷണം വെറും 10 സെക്കൻഡ് മാത്രം നീണ്ടുനിന്നു. ആ നമ്പർ ആരുടേതാണ്? വിജയുടേതാണോ? റഷീദ് ആകാംക്ഷയോടെ ചോദിച്ചു. അല്ല സർ, ആ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യാജവിലാസത്തിലാണ്. പക്ഷേ അതിൻ്റെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ആ നമ്പർ അവസാനമായി വിളിച്ചത് സിൽവർ ക്രസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലെ ഒരു ലാൻഡ് ലൈനിലേക്കാണ്. ഫ്ലാറ്റ് നമ്പർ 405.
ഫ്ലാറ്റ് 405, രേഖയുടെ തൊട്ടടുത്ത ഫ്ലാറ്റ്. അടഞ്ഞ മുറിയിലെ കൊലപാതകത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങുകയാണെന്ന് റഷീദിന് മനസ്സിലായി. അടുത്ത ഫ്ലാറ്റിലെ താമസക്കാർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ? ഫ്ലാറ്റ് 405 താമസിക്കുന്നത് ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. പേര് മാധവൻ. റഷീദും സംഘവും ഉടൻ തന്നെ 405 പുറപ്പെട്ടു. വാതിലിൽ തട്ടിയപ്പോൾ ഒരു മധ്യവയസ്കനായ വ്യക്തി വാതിൽ തുറന്നു. മാധവൻ നായർ. ശാന്തമായ മുഖം, കണ്ണുകളിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. സർ, ഇന്നലെ രാത്രി ഫ്ലാറ്റ് 404 ഒരു കൊലപാതകം നടന്നിരുന്നു. താങ്കൾ എന്തെങ്കിലും ശബ്ദങ്ങളോ സംശയാസ്പദമായ നീക്കങ്ങളോ കേട്ടിരുന്നോ? റഷീദ് ചോദിച്ചു. മാധവൻ സാർ മടിച്ചു നിന്നു. ഇല്ല ഇൻസ്പെക്ടർ, ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. ഇവിടെ വളരെ ശാന്തമാണ്. എനിക്ക് അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങയുടെ ലാൻഡ് ലൈനിലേക്ക് ഇന്നലെ രാത്രി 9:45 ഒരു കോൾ വന്നിരുന്നു. അത് താങ്കളാണോ എടുത്തത്? മാധവൻ സാറ് ഒന്ന് ഞെട്ടി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ശാന്തതയ്ക്ക് നേരിയ ഭംഗം വന്നു. അതെ, ഒരു തെറ്റായ കോളായിരുന്നു, മാധവൻ സർ പറഞ്ഞു. തെറ്റായ കോൾ വിളിച്ച അതേ നമ്പറിൽ നിന്നാണ് രേഖയ്ക്ക് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കോൾ വന്നത്. ഒരു തെറ്റായ കോൾ മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല സർ. റഷീദ് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ വി എന്ന പ്രഹേളിക മാഞ്ഞുപോയി. പകരം ഒരു പുതിയ ചോദ്യം ഉയർന്നു വരുന്നു. അടുത്ത ഫ്ലാറ്റിലെ താമസക്കാരനായ പ്രൊഫസറെ കൊലപാതകത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്താണ്? റഷീദിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും മാധവൻ സാറിലേക്ക് തിരിഞ്ഞു. അയാൾ സംസാരിക്കുമ്പോൾ കൈകളിൽ നേരിയ വിറയലുണ്ടായിരുന്നു. ഇത് കുറ്റബോധമോ അതോ ഭയമോ? സർ, ആ തെറ്റായ കോളിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ആരായിരുന്നു വിളിച്ചത്? നിങ്ങൾ അവരോട് സംസാരിച്ചോ? റഷീദ് തന്ത്രപരമായി വീണ്ടും ചോദ്യം ഉന്നയിച്ചു. മാധവൻ സാർ ദീർഘമായി ശ്വാസമെടുത്ത് ഒരു കസേരയിലേക്ക് ഇരുന്നു. സർ, ഞാൻ സത്യം പറയാം. ആ കോൾ ഒരു തെറ്റായ കോൾ ആയിരുന്നില്ല. അത് എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ അവനോട് പെട്ടെന്ന് ഫോൺ വയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ അയാളെ വിളിച്ച വിവരമോ ഞാൻ അയാളെ അറിയാമെന്നോ പുറത്തു പറയരുതെന്ന് ഞാൻ രേഖയോട് ആവശ്യപ്പെട്ടിരുന്നു. അവൾ സമ്മതിക്കുകയും ചെയ്തു. പഴയ വിദ്യാർത്ഥി ആരാണ് അയാൾ? അയാളാണോ രേഖയെ കൊന്നത്? റഷീദ് ഉടൻ ചോദിച്ചു. അല്ല, അയാളല്ല. ഒരുപാട് കാലം മുൻപ് അനാവശ്യമായ ഒരു കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അയാൾ. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ പാടില്ലായിരുന്നു. മാധവൻ സാർ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മടിച്ചു. മാധവൻ സാറിൻ്റെ മൊഴികളിൽ സംശയം തോന്നിയ റഷീദ് ഫ്ലാറ്റ് 405 വിശദമായി പരിശോധിക്കാൻ ഉത്തരവിട്ടു. ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ വീട്ടിൽ പ്രതീക്ഷിക്കുന്നത് പോലെ പുസ്തകങ്ങൾ നിറഞ്ഞ അലമാരികളും പഴയ ഫർണിച്ചറുകളും. പെട്ടെന്ന് ഹെഡ് കോൺസ്റ്റബിൾ ജോൺ ലിവിംഗ് റൂമിലെ ഒരു വലിയ പുസ്തക ഷെൽഫിനടുത്ത് നിന്ന് ഒരു ശബ്ദമുണ്ടാക്കി. സർ, ഇവിടെ എന്തോ എന്നുണ്ട്. അലമാരയിലെ പുസ്തകങ്ങൾക്കിടയിൽ ഒരു ചെറിയ സ്വിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ജോൺ അത് അമർത്തിയപ്പോൾ പുസ്തക ഷെൽഫിൻ്റെ ഒരു ഭാഗം സാവധാനം പിന്നിലേക്ക് നിരങ്ങി മാറി. അവിടെ ഒരു രഹസ്യ അറ. അറയ്ക്കുള്ളിൽ പൊടിപിടിച്ച നിലയിൽ ഒരു പഴയ തുകൽ ബാഗ് ഉണ്ടായിരുന്നു. റഷീദ് ബാഗ് തുറന്നു. അതിനകത്ത് രേഖാചിത്രങ്ങളും പഴയ എഴുത്തുകളും കൂടാതെ രക്തക്കറ പുരണ്ട ഒരു ഷർട്ടും, കൂടാതെ കട്ടിയുള്ള ചില പേപ്പറുകൾ, ചില ചിത്രങ്ങൾ. അതിലൊന്ന് മാധവൻ സാറും രേഖയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം. എന്നാൽ അവർ പ്രണയിതാക്കളെ പോലെ ആയിരുന്നില്ല. ചിത്രത്തിന് താഴെ റഷീദ് ഒരു ചെറിയ കുറിപ്പ് കണ്ടു. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഈ സത്യം പുറത്തറിയിക്കും. മാധവൻ സാർ റഷീദിനെ ഭയത്തോടെ നോക്കി. ഇൻസ്പെക്ടർ, അതെല്ലാം പഴയ കാര്യങ്ങളാണ്. ഞാൻ അവളെ കൊന്നിട്ടില്ല. ഇപ്പോൾ കഥയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു. മാധവൻ സാർ ഒരു കൊലപാതകിയായിരിക്കുമോ? രേഖ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നോ? ഈ രഹസ്യ അറയും രക്തക്കറ പുരണ്ട ഷർട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? പോലീസ് മാധവൻ സാറിനെ കസ്റ്റഡിയിലെടുത്തു.
രഹസ്യ അറയിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ ചോദ്യം ചെയ്യലിൻ്റെ ദിശ മാറ്റി. സർ, ഈ ചിത്രങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രേഖയുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? റഷീദ് രക്തം പുരണ്ട ഷർട്ട് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. മാധവൻ സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രേഖ എൻ്റെ മകളല്ല, പക്ഷേ എൻ്റെ മകളേക്കാൾ വലുതായിരുന്നു അവൾ. എൻ്റെ ഏക മകൾ 5 വർഷം മുൻപ് ഒരു അപകടത്തിൽ മരിച്ചു. രേഖ അവളുടെ അടുത്ത സുഹൃത്തായിരുന്നു. രേഖയാണ് പിന്നീട് എനിക്ക് താങ്ങും തണലുമായി നിന്നത്. എങ്കിൽ ഈ ഷർട്ട് ആരുടേതാണ്? രക്തക്കറ എന്തിനാണ്? അത് വിജയുടേതാണ്, മാധവൻ സാർ വിറയലോടെ പറഞ്ഞു. അവനാണ് എൻ്റെ മകളെ കൊന്നത്. 5 വർഷം മുൻപ് നടന്ന ആ കാർ അപകടം അത് അപകടമായിരുന്നില്ല. എൻ്റെ മകൾക്ക് വിജയുടെ ഭീഷണിയുണ്ടായിരുന്നു. അവൾ അത് രേഖയോട് പറഞ്ഞിരുന്നു. രേഖയാണ് തെളിവുകൾ ശേഖരിച്ചത്. റഷീദിൻ്റെ ശ്രദ്ധ പഴയ ഡയറിയിലെ വരികളിലേക്ക് തിരിഞ്ഞു. ഭയം എന്നെ വരിഞ്ഞു മുറുക്കുന്നു. അവൻ എന്നെ തേടി വന്നിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കണം. അപ്പോൾ വിജയ് കൊലപാതകിയാണോ? അവനാണ് ഇൻസ്പെക്ടർ. പക്ഷേ എൻ്റെ മകളെ കൊന്നതിന് ഞാൻ അവനോട് പ്രതികാരം ചെയ്തിട്ടുണ്ട്. മാധവൻ സാർ പൊട്ടിക്കരഞ്ഞു. 2 മാസം മുൻപ് വിജയ് ഒരു വാഹനാപകടത്തിൽപ്പെട്ടു. അത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അവൻ രക്ഷപ്പെട്ടു, പക്ഷെ അവന് ചെറിയ പരിക്കേറ്റു. ഈ ഷർട്ട് അന്ന് ഞാൻ ഒളിപ്പിച്ചതാണ്. അവനെ വിടാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ രേഖ എന്തിനാണ് വിജയിയെ ഭയപ്പെട്ടത്? റഷീദ് സംശയിച്ചു. മാധവൻ സാർ തല ഉയർത്തി. രേഖയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു. വിജയ് ഇപ്പോൾ എൻ്റെ മകളെ കൊന്നതിന് രേഖയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി 9:45 ഞാൻ വിജയുടെ ഫോണിൽ വിളിച്ചു. വിജയ് എൻ്റെ കോൾ കട്ട് ചെയ്ത് തിരികെ വിളിച്ചു. ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കാതെ ഉടൻ ഫോൺ വെച്ചു. ആ നമ്പർ രേഖയെ വിളിച്ച അതേ നമ്പറായിരുന്നു. എന്തിനാണ് നിങ്ങൾ രേഖയെ വിളിച്ചത്? അല്ല ഇൻസ്പെക്ടർ, വിജയ് എൻ്റെ കോളിന് ശേഷം വിളിച്ചപ്പോൾ എൻ്റെ ഫോണിൽ കോൾ ലോഗ് വന്നില്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എനിക്ക് രേഖയുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. സർ, വിജയ് ഇവിടെയുണ്ട്. എന്നെ രക്ഷിക്കണം. എനിക്കൊരു രഹസ്യമുണ്ട്. അവൻ അത് അറിയാൻ പാടില്ല. അതാണ് ഞാൻ രഹസ്യ അറയിൽ സൂക്ഷിച്ച എൻ്റെ മകളുടെ പഴയ രേഖകൾ രേഖയ്ക്ക് നൽകാൻ ശ്രമിച്ചത്. റഷീദ് വിജയിയെ തേടുന്നതിനിടയിൽ ഒരു പുതിയ രഹസ്യം കൂടി വെളിച്ചത്തു വന്നു. മാധവൻ സാറിന് രേഖയുടെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒളിപ്പിച്ച ഷർട്ടും വിജയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കേസ് പുതിയ തലത്തിലേക്ക് എത്തിച്ചു. ഇപ്പോൾ വിജയിയെ ഉടൻ കണ്ടെത്തണം. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? മാധവൻ സാറിൻ്റെ മൊഴി കേട്ട ശേഷം റഷീദ് വീണയെ വീണ്ടും വിളിച്ചു വരുത്തി. വിജയിയെക്കുറിച്ച് അറിയുന്ന അവസാനത്തെ വ്യക്തി വീണയാണ്. നിങ്ങൾക്ക് വിജയുടെ ഏതെങ്കിലും ഒളിത്താവളങ്ങളെക്കുറിച്ച് അറിയാമോ? അവൻ സാധാരണയായി ഒളിക്കാനോ ഒറ്റയ്ക്കിരിക്കാനോ പോകുന്ന സ്ഥലങ്ങൾ? റഷീദ് വീണയോട് ചോദിച്ചു. വീണ ഭയത്തോടെ തല ഉയർത്തി. അവന് നഗരത്തിൻ്റെ പുറത്ത് പഴയ പോർട്ട് ഏരിയയിൽ ഒരു ഒഴിഞ്ഞ വെയർഹൗസ് ഉണ്ട്. ഞങ്ങൾ വഴക്കിടുമ്പോൾ അവൻ അവിടെ പോകാറുണ്ടായിരുന്നു. ആരും അറിയാത്ത ഒരു സ്ഥലമാണത്. വിജയിയെ ഉടൻ പിടികൂടേണ്ടത് അത്യാവശ്യമായിരുന്നു. റഷീദ് ഉടൻ തന്നെ ഒരു പ്രത്യേക പോലീസ് സംഘത്തെ പോർട്ട് ഏരിയയിലെ വെയർഹൗസിലേക്ക് അയച്ചു. രാത്രിയുടെ മറവിൽ പോലീസ് വെയർഹൗസിനടുത്തെത്തി. പ്രദേശം വിജനമായിരുന്നു. വെയർഹൗസിൻ്റെ വലിയ ഇരുമ്പ് വാതിൽ പൂട്ടിക്കിടന്നു. പോലീസ് സംഘം വാതിൽ തകർത്ത് അകത്ത് കയറി. ഉള്ളിൽ പൊടിയും തുരുമ്പും നിറഞ്ഞ അന്തരീക്ഷം. പഴയ ചരക്ക് പെട്ടികൾ ചിതറിക്കിടക്കുന്നു. വെയർഹൗസിൻ്റെ മൂലയിലായി ഒരു ചെറിയ ബെഡും ഒരു അടുപ്പും ഒരു മൊബൈൽ ഫോണും ചാർജ് വെക്കാൻ വെച്ച നിലയിൽ കണ്ടെത്തി. വിജയ് അധികം വൈകാതെ ഇവിടെ എത്തും എന്ന് റഷീദിന് ഉറപ്പായി. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. കോൺസ്റ്റബിൾ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് റഷീദ് അത് തടഞ്ഞു. അവനെ അറിഞ്ഞിടത്തോളം അവൻ ഉപയോഗിക്കുന്നത് പ്രീപെയ്ഡ് സിം കാർഡുകളാണ്. അവൻ ആരെയാണ് വിളിക്കുന്നത് എന്ന്
ശ്രദ്ധിക്കുക. വിളിച്ചത് ഒരു അജ്ഞാത നമ്പറിൽ നിന്നായിരുന്നു. ആ നമ്പറിൻ്റെ ട്രാക്കിംഗ് വിവരങ്ങൾ ഉടൻ കണ്ടെത്താൻ റഷീദ് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ജോൺ കോൺസ്റ്റബിൾ വെയർഹൗസിൻ്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടിയത്. മുകളിൽ തടിയിലുള്ള പഴയ സീലിങ്ങിനടിയിലെ ഒരിടം പൊളിഞ്ഞു കിടക്കുന്നു. അതിലൂടെ ഒരാൾക്ക് കയറി ഒളിക്കാൻ സാധിക്കും. വിജയ് ഈ വെയർഹൗസിനകത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണോ? പോലീസ് സംഘം പതിയെ മുകളിലേക്ക് നീങ്ങി. ശബ്ദമുണ്ടാക്കാതെ അവർ സീലിങ്ങിൻ്റെ അടുത്തെത്തി. അവിടം ഇരുട്ടായിരുന്നു. റഷീദ് ടോർച്ച് തെളിയിച്ചു. അതാ ഭയന്ന് വിറച്ച് ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നു വിജയ്. അവൻ്റെ കയ്യിൽ രക്തം പുരണ്ട ഒരു ചെറിയ കത്തി. വിജയ് റഷീദിനെ കണ്ടപ്പോൾ ഭ്രാന്തനെ പോലെ അലറി, ഇൻസ്പെക്ടർ, ഞാൻ അവളെ കൊന്നു. ആ മാധവൻ സാറിൻ്റെ മകളുടെ രഹസ്യം അവൾ പുറത്തുവിടുമായിരുന്നു. അവൾക്ക് എല്ലാം അറിയുമായിരുന്നു. എങ്കിൽ എന്തിനാണ് നീ രേഖയുടെ അടുത്ത ഫ്ലാറ്റിലെ ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ചത്? അതൊരു വ്യാജ കോളായിരുന്നോ? റഷീദ് ചോദിച്ചു. വിജയ് ഭയന്ന് വിറച്ചു. അത് ഞാനല്ല വിളിച്ചത്. വിജയുടെ മൊഴിയോടെ കേസ് വീണ്ടും കുരുക്കിലായി. വിജയാണ് കൊലപാതകി. പക്ഷെ അടഞ്ഞ മുറിയിലെ കൊലപാതകത്തിന് പിന്നിൽ വേറെയും ഒരാളുണ്ടോ? രേഖയെ കൊലപ്പെടുത്തിയ ശേഷം വിജയ് എന്തിനാണ് അടുത്ത ഫ്ലാറ്റിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് സംഭാഷണം രേഖപ്പെടുത്തിയത്? വിജയിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അവൻ കൊലപാതകം സമ്മതിച്ചു. മാധവൻ സാറിൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ രേഖ പുറത്തുവിടുമെന്ന് ഭയന്നാണ് കൊലപാതകം നടത്തിയത്. പക്ഷേ അടഞ്ഞ മുറിയിലെ കൊലപാതകം എങ്ങനെ നടന്നു? നീ എങ്ങനെയാണ് ഫ്ലാറ്റ് 404 പ്രവേശിച്ചത്? റഷീദ് ചോദിച്ചു. എനിക്കൊരു താക്കോലുണ്ടായിരുന്നു. പഴയ കാമുകിയായിരുന്നപ്പോൾ അവൾ എനിക്കത് തന്നതാണ്. വിജയ് സമ്മതിച്ചു. ഞാൻ രാത്രി 9:30 ഫ്ലാറ്റിൽ പോയി. ഞങ്ങൾ വഴക്കിട്ടു. ദേഷ്യത്തിൽ ഞാൻ അവളെ കുത്തി. എന്നിട്ട് ഞാൻ വാതിലുകൾ അകത്തു നിന്ന് പൂട്ടി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് പുറത്തു വന്നു. അടഞ്ഞ മുറിയിലെ രഹസ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എങ്കിൽ രേഖ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 405 ലാൻഡ് ലൈനിൽ നിന്ന് വിളിച്ചത് ആരാണ്? റഷീദ് അടുത്ത ചോദ്യം ഉന്നയിച്ചു. ആ കോളിൻ്റെ ട്രാക്കിംഗ് വിവരങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് വിളിച്ചത് ഈ നഗരത്തിലെ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ്. വിജയുടെ മുഖത്തെ ഭയം മാറി. അവിടെ ഒരുതരം ആശ്വാസം വന്നു. അത് ഞാനല്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. റഷീദിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. സൈബർ സെല്ലിൽ നിന്നാണ്. സർ, ആ പബ്ലിക് കോൾ ബൂത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലാൻഡ് ലൈനിലേക്ക് വിളിച്ച വ്യക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മറ്റാരുമല്ല, വീണയാണ്. റഷീദ് ഞെട്ടി. വീണ? രേഖയുടെ അടുത്ത സുഹൃത്ത്. വി എന്ന അക്ഷരത്തിൽ സംശയം തോന്നിയിരുന്നെങ്കിലും വിജയുടെ മൊഴിയെ തുടർന്ന് അവളെ ഒഴിവാക്കിയതായിരുന്നു. പോലീസ് ഉടൻ തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. ഇത്തവണ വീണയുടെ ഭാവം ആത്മവിശ്വാസത്തോടെയുള്ളതായിരുന്നു. ഇൻസ്പെക്ടർ, ഞാൻ എന്തിനാണ് 405 വിളിക്കുന്നത്? വീണ നിഷേധിച്ചു. റഷീദ് വീണയ്ക്ക് നേരെ CCTV ദൃശ്യങ്ങൾ വെച്ചു. ആത്മവിശ്വാസം ചോർന്നുപോയി. വീണ തകർന്നുപോയി. അതെ, അത് ഞാനാണ് വിളിച്ചത്. വീണ സമ്മതിച്ചു. പക്ഷേ കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല. ആ ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് ഉടൻ ഫോൺ വെച്ചു. എന്തിനായിരുന്നു ആ കോൾ? നീ വിജയിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ? വീണ ദേഷ്യത്തോടെ പ്രതികരിച്ചു. അല്ല, വിജയിയെ എനിക്ക് വെറുപ്പാണ്. രേഖയുടെയും എൻ്റെയും ജീവിതം നശിപ്പിച്ചത് അവനാണ്. ഞാൻ ആ കോൾ ചെയ്തത് കൊലപാതകം നടന്നതിന് ശേഷം വിജയ് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. വിജയുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാതിരിക്കാൻ. തൊട്ടടുത്ത ഫ്ലാറ്റിലെ ലാൻഡ് ലൈനിൽ നിന്നാണ് അവൻ രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നത്. അവനെ കുരുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പഴയ നമ്പർ ഉപയോഗിച്ച് വിളിച്ചത്. റഷീദ് നിശബ്ദനായി. വീണയുടെ വാക്കുകൾ വിശ്വാസയോഗ്യമായിരുന്നില്ല. വീണ തന്നെയാണ് ഈ കേസിൻ്റെ പ്രധാന കുരുക്കെന്ന് റഷീദിന് തോന്നി. രേഖയുടെ ഡയറിയിലെ വിജയ് മാത്രമല്ല, വീണയും ആകാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ലേ? വീണയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. വിജയിയെ കുടുക്കാനാണ് വിളിച്ചതെങ്കിൽ എന്തിനാണ് രേഖയുടെ ഡയറിലെ എന്ന സൂചന അവൾ ഒളിച്ചു വെച്ചത്? റഷീദ് വീണയെ വീണ്ടും കസേരയിലിരുത്തി.
വീണ, നിങ്ങൾ വിജയിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. രേഖയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് വിജയിയെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തിനാണ് എഴുതിയത്? ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കണം എന്ന് രേഖ എഴുതിയത് എന്തുകൊണ്ടാണ്? റഷീദ് ചോദ്യങ്ങൾ കടുപ്പിച്ചു. വീണയുടെ കണ്ണുകൾ ചുവന്നു. രേഖ എന്നെ ചതിച്ചു ഇൻസ്പെക്ടർ. അവൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. വിജയിയുടെ ഭീഷണി രേഖയെ ഭയപ്പെടുത്തി. പക്ഷേ ആ ഭയം കൂടാതെ മറ്റൊന്നും കൂടിയുണ്ടായിരുന്നു. വീണ പതുക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങി. ഞാനും വിജയും പ്രണയത്തിലായിരുന്ന സമയത്താണ് രേഖയുടെ ജീവിതത്തിലേക്ക് വിജയ് കടന്നു വരുന്നത്. രേഖ അറിഞ്ഞുകൊണ്ട് വിജയിയെ പ്രണയിച്ചു, എന്നെ ചതിച്ചു. അതാണ് ഡയറിയിലെ ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിക്കണം എന്ന വരി. എന്നോടുള്ള കുറ്റബോധമായിരുന്നു അത്. എങ്കിൽ രേഖയെ കൊന്നത് വിജയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെ, അവനാണ് കൊന്നത്. ഞാൻ കൊല നടക്കുന്നത് നേരിൽ കണ്ടിരുന്നു. വീണയുടെ വാക്കുകൾ കേട്ട് റഷീദും ജോണും ഞെട്ടി. എങ്ങനെ? നിങ്ങൾ അപ്പോൾ ഫ്ലാറ്റിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പോയ ശേഷം 8 മണിയോടെ വിജയ് ഫ്ലാറ്റിൽ കയറി. എനിക്ക് സംശയമുണ്ടായിരുന്നു. രേഖ എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ തന്നിരുന്നു. ഞാൻ 9:35 തിരിച്ചു വന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രേഖയെയാണ് കണ്ടത്. വിജയ് അപ്പോഴേക്കും പുറത്തേക്ക് പോവുകയായിരുന്നു. അവൻ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നെങ്കിലും ഞാൻ എൻ്റെ താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറി. റഷീദിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കൊലപാതകം കണ്ടിട്ടും നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ല, എന്തിന്? വീണയുടെ കണ്ണുകളിൽ പകയുടെ തീ ആളിക്കത്തി. അവനാണ് കൊന്നതെങ്കിലും ഞാനായിരുന്നു യഥാർത്ഥ പ്രതികാരം ചെയ്തത്. കൊലപാതകം നടന്നയുടൻ വിളിച്ചിരുന്നെങ്കിൽ വിജയ് പെട്ടെന്ന് പിടിക്കപ്പെടുമായിരുന്നു. വിജയ് രക്ഷപ്പെട്ടു എന്ന് പോലീസ് വിചാരിക്കണം. അവനെ മനഃപൂർവ്വം കുറച്ച് സമയം പുറത്തുവിടണം. അവൻ്റെ ഭയം കൂടിക്കൂടി വരണം. എന്നിട്ടാണ് നിങ്ങൾ ആ ലാൻഡ് ലൈൻ കോൾ ചെയ്തത്, അല്ലേ? അതെ, വിജയ് രേഖയെ കൊന്ന ശേഷം 405 ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് സംഭാഷണം റെക്കോർഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അവനെ കുടുക്കാൻ വേണ്ടി ഞാൻ ആ കോൾ ബൂത്തിൽ പോയി ആ നമ്പറിലേക്ക് വിളിച്ച് ഉടൻ കട്ട് ചെയ്തു. പിന്നീട് അവൻ ഉപയോഗിക്കുമായിരുന്ന ഒളിത്താവളത്തിൻ്റെ വിവരം പോലീസിന് നൽകി. ഇപ്പോൾ അവനാണ് കുറ്റക്കാരൻ. എൻ്റെ പ്രതികാരം പൂർത്തിയായി. അപ്പോൾ കൊലപാതകി വിജയ് തന്നെയായിരുന്നു. എന്നാൽ അടഞ്ഞ മുറിയിലെ രഹസ്യത്തിൽ വീണയുടെ പ്രതികാരവും ഒളിഞ്ഞിരുന്നു. വീണയുടെ കുറ്റസമ്മതം റഷീദിനെ അമ്പരപ്പിച്ചു. കൊലപാതകിയെ പിടികൂടാനുള്ള അതിയായ ആഗ്രഹത്തിൽ അവൾ നിയമത്തെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ ആ ലാൻഡ് ലൈൻ കോൾ ചെയ്തതിലൂടെ തെളിവുകൾ നശിപ്പിക്കാനും വഴിതെറ്റിക്കാനും ശ്രമിച്ചിരിക്കുന്നു, റഷീദ് വീണയോട് പറഞ്ഞു. വീണ നിസ്സംഗതയോടെ മറുപടി പറഞ്ഞു. വിജയിയെ ഞാൻ വെറുക്കുന്നു. അവനാണ് രേഖയുടെ മരണത്തിന് ഉത്തരവാദി. പക്ഷേ രേഖ എന്നോട് ചെയ്ത ചതിയുടെ പ്രതികാരം കൂടിയായിരുന്നു ഇത്. അവനെ കുടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. പോലീസ് വിജയിക്കെതിരായ തെളിവുകൾ ശേഖരിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വെയർഹൗസിൽ നിന്ന് കണ്ടെത്തി. കൂടാതെ ഫ്ലാറ്റ് 404 രേഖയുടെ ശരീരത്തിൽ നിന്ന് വിജയിയുടെ കൈവിരൽ അടയാളങ്ങളും ലഭിച്ചു. വിജയ് കുറ്റം സമ്മതിച്ചതോടെ കേസ് തെളിഞ്ഞു. എന്നാൽ വീണയെയും കേസിൽ പ്രതി ചേർത്തു. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും. മാധവൻ സാറിനെ പോലീസ് സാക്ഷിയായി വിട്ടയച്ചു. അദ്ദേഹം ഒളിപ്പിച്ച ഷർട്ട് കേസിൽ നിർണായകമായി ഉപയോഗിക്കാമെന്ന ധാരണയിൽ വിജയ്ക്കെതിരായ മകളുടെ കൊലപാതക ശ്രമത്തിന് പ്രത്യേകം കേസെടുത്തു. അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആകാശം തെളിഞ്ഞിരുന്നു. റഷീദ് മൊബൈലെടുത്ത് ഭാര്യയെ വിളിച്ചു. കേസ് തീർന്നു സജിത. അടഞ്ഞ മുറിയിലെ കൊലപാതകം, അതിനു പിന്നിൽ പ്രതികാരവും ചതിയും ഉണ്ടായിരുന്നു. ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ബന്ധം എത്ര ദുരൂഹമാണ്, റഷീദ് പറഞ്ഞു. ഈ കേസ് റഷീദിനെ പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഓരോ കുറ്റകൃത്യത്തിന് പിന്നിലും നിയമം അളക്കാൻ കഴിയാത്ത മനുഷ്യവികാരങ്ങളുടെ ഒരു കെട്ടുപിണഞ്ഞ കഥയുണ്ടാകും. വിജയ്ക്കും വീണയ്ക്കും എതിരെ നിയമ നടപടികൾ തുടർന്നു. സിൽവർ ക്രസ്റ്റ് അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റ് 404 എന്നേക്കുമായി അടഞ്ഞുകിടന്നു. നിശബ്ദതയിൽ ഒളിപ്പിച്ച ആ രഹസ്യങ്ങൾ ഇനി ആർക്കും അറിയാൻ കഴിയാത്ത വിധം ബറീഡായി.